Practice on removing damper pulley, timing gear or chain flywheel, main bearing caps, bearing shells and crankshaft from engine checking oil retainer and thrust surfaces for wear. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഒരു പുതിയ പാഠത്തിലേക്ക് നിങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് എഞ്ചിൻ കമ്പോണന്റുകളും ഡാമ്പർ പുള്ളി, ടൈമിംഗ് ചെയിൻ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നിവ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. തുടർന്ന് കമോട്ടറുകൾക്ക് തേയ്മാനം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ റീഅസംബിൾ ചെയ്യുകയും ചെയ്യുക. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ഡാമ്പർ പുള്ളി റിമൂവ് ചെയ്യാൻ, ടൈമിംഗ് ചെയിൻ അസംബ്ലി റിമൂവ് ചെയ്യാൻ, ക്രാങ്ക് ഷാഫ്റ്റ് റിമൂവ് ചെയ്യാൻ, കോമ്പോണന്റുകൾ പരിശോധിക്കാൻ, കോമ്പോണന്റുകൾ റീഅസംബിൾ ചെയ്യാൻ, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, കംപ്ലീറ്റ് ഹാൻഡ് ടൂൾ സെറ്റ്, പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറും കംപ്രസറും, പ്രൈ ബാർ, മൈക്രോമീറ്റർ, ഡയൽ ഗേജ്, ആവശ്യമായ എക്വിപ്മെന്റുകളും സ്പെയറുകളും, എഞ്ചിൻ ബ്ലോക്ക് അസംബ്ലി, വർക്ക് ടേബിൾ, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ വേസ്റ്റ്, പുതിയ ബെയറിംഗുകൾ, കംപ്ലീറ്റ് ഗാസ്കറ്റ് കിറ്റ്. ഇപ്പോൾ നമുക്ക് പ്രൊസീജിയറിന് അനുസരിച്ച് ഡീസൽ എഞ്ചിൻ OHC ഡിസ്മാൻഡിൽ ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നു. ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് എഞ്ചിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആക്സറികൾ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് എഞ്ചിനിൽ നിന്ന് ആൾട്ടർനേറ്റർ എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ആൾട്ടർനേറ്റർ അഡ്ജസ്റ്റ്മെന്റ് ബോൾട്ട് തിരിച്ചറിഞ്ഞ് അത് നീക്കം ചെയ്യുക. തുടർന്ന് ആൾട്ടർനേറ്റർ മൗണ്ടിംഗ് ബോൾട്ടുകൾ അഴിച്ച് അവ നീക്കം ചെയ്യുക. പമ്പ് ബെൽറ്റ് നീക്കം ചെയ്ത് എഞ്ചിനിൽ നിന്ന് ആൾട്ടർനേറ്റർ അസംബ്ലി നീക്കം ചെയ്യുക. ബോൾട്ടുകളും നട്ടുകളും ആൾട്ടർനേറ്റർ അസംബ്ലിയും ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുക. ഓയിൽ ഫിൽറ്ററിൽ ഓയിൽ ഫിൽറ്റർ റെഞ്ച് ശരിയായി ഫിക്സ് ചെയ്യുക. ഒരു റെഞ്ച് ഉപയോഗിച്ച് ഓയിൽ ഫിൽറ്റർ അഴിക്കുക. തുടർന്ന് കൈകൊണ്ട് ഓയിൽ ഫിൽറ്റർ നീക്കം ചെയ്യുക. ടർബോ ചാർജറിലുള്ള ഹോസുകൾ ഡിസ്കണക്ട് ചെയ്യുക. ടർബോ ചാർജറിൽ നിന്ന് ഓയിൽ ഫ്ലോ ലൈനുകൾ ഡിസ്കണക്ട് ചെയ്യുക. ടർബോ ചാർജറിൽ നിന്ന് ബോൾട്ടുകൾ അഴിക്കുക. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് ടർബോ ചാർജർ നീക്കം ചെയ്യുക. ഇൻജക്ടറുകളിലുള്ള ഇലക്ട്രിക് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. ഇൻജക്ടർ ഹൗസിൽ നിന്ന് നട്ടുകൾ ലൂസ് ചെയ്യുക. ഇൻജക്ടറുകൾ നീക്കം ചെയ്യുക. വാട്ടർ പമ്പ് നീക്കം ചെയ്യുക. ഇൻടേക്ക് മാനിഫോൾഡ് നീക്കം ചെയ്യുക. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് നീക്കം ചെയ്യുക. വാൽവ് കവർ നീക്കം ചെയ്യുക. ക്യാം ഷാഫ്റ്റിൽ നിന്ന് ടൈമിംഗ് ചെയിൻ നീക്കം ചെയ്യുക. ചില പഴയ എഞ്ചിനുകൾ ഓവർഹെഡ് വാൽവ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. അത്തരം എഞ്ചിനുകളിൽ സിലിണ്ടർ ഹെഡ് നീക്കം ചെയ്യാൻ എഞ്ചിനിൽ നിന്ന് റോക്കർ ആം അസംബ്ലി നീക്കം ചെയ്യേണ്ടതുണ്ട്. റോക്കർ ആമുകൾ മാർക്ക് ചെയ്യുക. അങ്ങനെ അവയുടെ യഥാർത്ഥ സ്ഥാനത്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. തുടർന്ന് റോക്കർ ആമുകൾ നീക്കം ചെയ്യുക. പറ്റുമെങ്കിൽ പുഷ് റോഡുകൾ നീക്കം ചെയ്യുക. വൈബ്രേഷൻ ഡാമ്പർ, ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പുള്ളികൾ, ക്രാങ്ക് ഷാഫ്റ്റ് കീ എന്നിവ നീക്കം ചെയ്യുക. വൈബ്രേഷൻ ഡാമ്പർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. ടൈമിംഗ് കവർ നീക്കം ചെയ്യുക. ടൈമിംഗ് ഗിയറുകൾ അല്ലെങ്കിൽ സ്പ്രോക്കറ്റുകൾ, ബന്ധപ്പെട്ട ചെയിൻ അല്ലെങ്കിൽ ബെൽറ്റ് എന്നിവ നീക്കം ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ടൈമിംഗ് ഗിയർ നീക്കം ചെയ്യാൻ ഒരു പുള്ളർ ആവശ്യമായി വന്നേക്കാം. ഓയിൽ പാനിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് സ്റ്റാൻഡിൽ വെച്ച് എഞ്ചിൻ തിരിച്ച് പാൻ നീക്കം ചെയ്യുക. ഓയിൽ പമ്പ് നീക്കം ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ബ്ലോക്കിൽ ക്യാം ഷാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. സിലിണ്ടർ ഹെഡ് നീക്കം ചെയ്യാൻ സിലിണ്ടർ ഹെഡിലേക്ക് പ്രവേശനം നേടുന്നതിന് സ്റ്റാൻഡിൽ വച്ച് എഞ്ചിൻ തിരിക്കുക. സിലിണ്ടർ ഹെഡ് ബോൾട്ടുകൾ അഴിച്ച് നീക്കം ചെയ്യുക. ചില ഓവർഹെഡ് ക്യാം എഞ്ചിനുകളിൽ ചില ഹെഡ് ബോൾട്ടുകളിൽ എത്താൻ ക്യാം ഷാഫ്റ്റ് നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ഗാസ്കറ്റ് ലൂസ് ചെയ്യാൻ ഹെഡിനും ബ്ലോക്കിനുമിടയിൽ സാവധാനം തിരിക്കുക. തുടർന്ന് ഹൈഡ് നീക്കം ചെയ്യുക. പിസ്റ്റൺ നീക്കം ചെയ്യുക. ബ്രേക്കർ ബാറും സോക്കറ്റും ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് തിരിക്കുക. അതിന്റെ സിലിണ്ടറിന്റെ അടിയിൽ നീക്കം ചെയ്യേണ്ട പിസ്റ്റൺ സ്ഥാപിക്കുക.
കണക്റ്റിംഗ് റോഡിലേക്ക് പ്രവേശനം നേടുന്നതിന് എഞ്ചിൻ സ്റ്റാൻഡിൽ വച്ച് എഞ്ചിൻ തിരിക്കുക. റോഡ് ക്യാപ്പും റോഡും നമ്പറിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. റോഡുകളും ക്യാപ്പുകളും അക്കമിട്ടിട്ടില്ലെങ്കിൽ ഒരു പഞ്ചും ഹാമറും അല്ലെങ്കിൽ ലഭ്യമെങ്കിൽ ഒരു നമ്പർ പഞ്ച് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. റോഡും ക്യാപ്പും അടയാളപ്പെടുത്തുന്നതിലൂടെ ക്യാപ്പ് യഥാർത്ഥ സ്ഥാനത്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. കണക്റ്റിംഗ് റോഡിലെ റോഡ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന നട്ട് അഴിച്ച് നീക്കം ചെയ്യുക. കണക്റ്റിംഗ് റോഡ് ക്യാപ്പ് നീക്കം ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിസ്റ്റൺ ഹെഡ് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു അടയാളം ഉണ്ടെന്ന് പരിശോധിക്കുക. അടയാളം ഇല്ലെങ്കിൽ എഞ്ചിന്റെ മുൻഭാഗം സൂചിപ്പിക്കാൻ കണക്റ്റിംഗ് റോഡ് മാർക്ക് ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിസ്റ്റണുകൾ യഥാർത്ഥ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യണം. പിസ്റ്റൺ നീക്കം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കണക്റ്റിംഗ് റോഡ് ബ്ലോക്കിന്റെ മുകളിലേക്ക് തള്ളിക്കൊണ്ട് സിലിണ്ടറിന് പുറത്തേക്ക് പിസ്റ്റൺ തള്ളുക. പ്ലാസ്റ്റിക് ഫേസ്റ്റ് ചുറ്റികയോ മരം കൊണ്ടുള്ള കട്ടയോ ഉപയോഗിച്ച് കണക്റ്റിംഗ് റോഡിൽ ചെറുതായി ടാപ്പു ചെയ്യുക. എല്ലാ പിസ്റ്റണുകളും നീക്കം ചെയ്യുക. എല്ലാ പിസ്റ്റണുകളും റീഅസംബിൾ ചെയ്യുന്നതിന് ക്രമത്തിൽ വയ്ക്കുക. പിസ്റ്റണുകൾ സ്ക്രാച്ച് അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത സ്കേർട്ടുകൾ, റിംഗ് ഗ്രൂവുകൾക്കും ലാൻസിനും കേടുപാടുകൾ, പിസ്റ്റൺ ഹെഡിൻ കേടുപാടുകൾ, പിസ്റ്റൺ പിൻ ബോറുകൾ എന്നിവ പരിശോധിക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് നീക്കം ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ബെയറിംഗ് ക്യാപ്പുകൾ അടയാളപ്പെടുത്തുക. അങ്ങനെ അവ ഒരേ പൊസിഷനിലേക്കും ഡയറക്ഷനിലേക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. പ്രധാന ബെയറിംഗ് ക്യാപ്പ് ഫാസ്റ്റനറുകൾ അഴിച്ചു നീക്കം ചെയ്യുക. ബ്ലോക്കിൽ നിന്ന് പ്രധാന ബെയറിംഗ് ക്യാപ്പുകൾ നീക്കം ചെയ്യുക. എഞ്ചിൻ ബ്ലോക്കിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റ് ഉയർത്തുക. മെയിനും കണക്റ്റിംഗ് റോഡ് ബെയറിംഗുകളുടെയും കണ്ടീഷൻ പരിശോധിക്കുക. ലൂബ്രിക്കേഷന്റെ അഭാവം മൂലം ഡയർട്ട് സ്കോറിംഗും കേടുപാടുകളും ഉണ്ടോയെന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ബെയറിംഗുകൾ പുതിയൊരെണ്ണം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. ലൂബ്രിക്കേഷന്റെ അഭാവം കാരണം ബെയറിംഗിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കരുതുക. തുടർന്ന് ക്രാങ്ക് ഷാഫ്റ്റിലെയും ഗാലറിയിലെയും ഓയിൽ ഹോളുകളിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഓയിൽ പാസേജുകൾ വൃത്തിയാക്കുക. വൃത്തിയാക്കിയ ശേഷം ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗിനും ജേണലുകൾക്കുമുള്ള ക്ലിയറൻസുകൾക്കും എൻഡ് പ്ലേക്കുമായി പരിശോധിക്കുക. എഞ്ചിനിൽ ക്രാങ്ക് ഷാഫ്റ്റ് റീഅസംബിൾ ചെയ്യുക. ടൈമിംഗ് ചെയിൻ റീഫിറ്റ് ചെയ്ത് കവർ ചെയ്യുക. ഡാംപർ പുള്ളി റീഫിറ്റ് ചെയ്യുക. നമ്മൾ ഈ പാഠത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ ഡാംപർ പുള്ളി, ടൈമിംഗ് ഗിയർ അല്ലെങ്കിൽ ചെയിൻ, ഫ്ലൈ വീൽ, മെയിൻ ബെയറിംഗ് ക്യാപ്സ്, ബെയറിംഗ് ഷെല്ലുകൾ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നിവ എഞ്ചിനിൽ നിന്ന് നീക്കം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓയിൽ റീറ്റെയിനറും ത്രസ്റ്റ് സർഫേസുകളും തേയ്മാനം പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.